ഹലോ ഗൈസ്, വെൽക്കം ടു കാസ്ട്രോളർ മൂവി മീഡിയ. ഇന്നിവിടെ റിവ്യൂ ചെയ്യാൻ പോകുന്ന പടത്തിൻ്റെ പേര് ഗല്ലി റൗഡി. പടത്തിൽ അഭിനയിച്ച സന്ദീപ് കിഷൻ, നേഹ ശക്തി, രാജേന്ദ്ര പ്രസാദ്, സുബരാജി, പ്രകാശ് രാജി, പൊസാനി കൃഷ്ണ മുരളി, വെണ്ണില കിഷോർ, ബോബി സിംഹ, മഹിമ ഗോപി എന്നിവരാണ് പടം ഡയറക്റ്റ് ചെയ്ത നാഗേശ്വര റെഡ്ഡി എന്ന ഒരാളാണ്. ഇയാൾ ഏതൊക്കെ പടത്തിന് മുമ്പ് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടോ എനിക്കറിഞ്ഞൂടാ, സോറി. പിന്നെ പടത്തിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് രാം മിരിയാലയാണ്. അല്ലെയും സൈ കാർത്തിക് എന്ന് പറഞ്ഞ ഒരാളാണ്. സൈ കാർത്തിക് ഇതിനു മുമ്പ് ഏതൊക്കെ പടത്തിൽ മ്യൂസിക് ഡയറക്റ്റിംഗ് ചെയ്തിട്ടുണ്ടോ എനിക്കറിഞ്ഞൂടാ. പക്ഷേ രാം മിരിയാല എനിക്കറിയാവുന്ന വെച്ച് നോക്കുമ്പോൾ ഡി ജെ തില്ലു ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടിനും അങ്ങേരാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി തേർഡ് പാർട്ടിന് അങ്ങേരെന്നായിരിക്കും ഡി ജെ തില്ലുവിൻ്റെ. ഐ ഡോണ്ട് നോ. ഈ രണ്ട് പടത്തിനും ഈ പടത്തിന് മാത്രമാണ് അങ്ങനെ മ്യൂസിക് ചെയ്തതെന്ന് എനിക്ക് അറിയാമെന്ന് വെച്ച് ഞാൻ പറഞ്ഞതാണ്. വേറെ ഏതെങ്കിലും പടത്തിലുണ്ടോ എന്നുള്ളത് എനിക്കറിഞ്ഞൂടാ. പടം പ്രൊഡ്യൂസ് ചെയ്ത MVV സത്യനാരായണ അങ്ങനെ ആരോ ആണ്, എനിക്ക് അറിഞ്ഞൂടാ ഇത് ആരാന്നൊന്നും. പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ അബവ് ആവറേജ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരുപാട് തുടർച്ചയായി 3 പടത്തിന് ശേഷം നല്ലൊരു പടം ഞാൻ കണ്ടിട്ടേ. ഇതിപ്പോഴാണ് 2021 സിനിമ റിലീസ് ചെയ്തത്. പക്ഷേ ഞാൻ ഇങ്ങനെ ഒരു പടം ഇറങ്ങിയത് ഞാൻ അറിഞ്ഞിട്ടുമില്ലായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഇതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് ഫീൽ ചെയ്ത്. പിന്നെ ഇത് ഡാർക്ക് കോമഡി ആക്ഷൻ ഫിലിമാണ്. ഒരു ആക്ഷൻ ഡാർക്ക് കോമഡിയാണ്, സോറി പറഞ്ഞു മാറിപ്പോയി. ആക്ഷൻ ഡാർക്ക് കോമഡി സിനിമയാണ്. ആദ്യം തൊട്ട് അവസാനം വരെ അത്യാവശ്യം കോമഡി അടിക്കാനുള്ള എല്ലാ സാധനവും ഉണ്ട്, ചിരിക്കാനുള്ള അത്യാവശ്യം സാധനങ്ങളുണ്ട്. ആക്ഷൻ സീക്വൻസസ് ഒക്കെ അത്യാവശ്യം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പെർഫോമൻസ് വൈസ് അത്യാവശ്യം അടിപൊളിയാണ്. പിന്നെ ഇതിൽ ഇങ്ങേരുണ്ടല്ലോ, ഇവൻ മര്യാദ രാമ സിനിമയിലടേ. എൻ്റെ ഒറിജിനൽ വെർഷനിലും എന്നിലും അങ്ങേരുണ്ടെന്ന് തോന്നുന്നുണ്ട്. അതിൽ എൻ്റെ ഒറിജിനലിൻ്റെ പേര് മര്യാദ രമണ എന്നാണ്. അപ്പോൾ നമ്മുടെ രാജമൗലിയാണ് ഡയറക്റ്റ് ചെയ്തത്. അപ്പോൾ ആ സിനിമയിലും പിന്നെ ഈ എന്താ റീമേക്ക് ആയിട്ടുള്ള ഞാൻ പറഞ്ഞില്ല ഇവൻ മര്യാദ രാമൻ, അതിലും നായികയുടെ എന്താണ് അച്ഛനാ എന്തോ ആയിട്ട് ഒരാൾ അഭിനയിച്ചിട്ടുണ്ട്. ചേട്ടനല്ല, സോറി അച്ഛനല്ല ചേട്ടൻ, മൂത്ത ചേട്ടനായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ഒരാൾ. അങ്ങേര് ഈ സിനിമയിൽ നമ്മുടെ സോറി സന്ദീപ് കിഷാൻ്റെ അനിയൻ, സന്ദീപ് കിഷാൻ്റെ അപ്പൂപ്പനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അങ്ങേര് അത്യാവശ്യം അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ സുബരാജുവിന് കൊടുത്തിരിക്കുന്നത് ക്യാമിയോ ആണ്. അങ്ങേര് അത് അത്യാവശ്യം ചെയ്തിട്ടുണ്ട്. പിന്നെ പടത്തിൽ നെഗറ്റീവ് എന്ന് പറയാൻ എനിക്ക് തോന്നിയ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, സെക്കൻഡ് ഹാഫിൽ 1-2 സീൻ മാറ്റിയായിരുന്നു. മറ്റേ സുബലാക്ക ശങ്കർ എന്ന് പറഞ്ഞ ഒരു ആൾ ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങേരി അയാളുടെ പദത്തിന് മുമ്പ് കോമഡീനായിട്ടൊക്കെ അഭിനയിച്ചിട്ടുള്ളതാണ്. അങ്ങേരി കോമഡി എടുത്ത് മാറ്റായിരുന്നു. പിന്നെ വെണ്ണില കിഷോറിൻ്റെ ഇൻട്രോ സീൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങളൊരു സാധനം വെച്ചല്ലോ, അതെടുത്ത് മാറ്റായിരുന്നു. ബാക്കിയെല്ലാം എനിക്ക് ഓക്കെയാണ് ഇട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതുകൊണ്ടാണ് ഞാൻ അബവ് ആവറേജ് എന്ന് പറയണത്. അത്യാവശ്യം നല്ല പടമാണ്. അബവ് ആവറേജ് എന്ന് പറഞ്ഞാൽ ഊളപ്പടം, ആവറേജ് എന്ന് പറഞ്ഞിട്ട് അത് ഊളപ്പടമാണെന്ന് ഉദ്ദേശിച്ചതെന്ന് ആരും വിചാരിക്കരുത്. എനിക്ക് 2 നെഗറ്റീവ്സ് തോന്നി, അതുകൊണ്ട് എനിക്കിത് അബവ് ആവറേജ് ആയിട്ടാണ് ഫീൽ ചെയ്യണത്. പിന്നെ എനിക്ക് എനിക്ക് പടത്തിനെ കുറിച്ച് പറയാനുള്ളൂ. ഞാൻ ജിയോ ഹോട്ട്സ്റ്റാറിലാണ് കണ്ടത്. എന്തിനാണ് ഇങ്ങളൊക്കെ പേര് മാറ്റി കളിക്കണത്? അതെന്തിനാട്ടെ. ഞാൻ എന്തായാലും മർമർ എന്ന് പറയുന്ന ഒരു സിനിമ ഡൗൺലോഡ് എടുത്തിട്ടുണ്ട്. എന്തായാലും സമയം കിട്ടുമ്പോൾ അതൊന്ന് കാണണം. എന്തരാ അതിനെക്കുറിച്ച് ഞാൻ ഇപ്പം പറയണില്ല. ഞാൻ പറയാൻ വന്നായിരുന്നു, പക്ഷെ പടം ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് കാണാതെ ഒപ്പീനിയൻ പറയാൻ എനിക്ക് പറ്റൂല. അതുകൊണ്ട് ഞാൻ നിർത്തണ്. അപ്പോൾ നിങ്ങൾ ഈ പടം കണ്ടവരാണെങ്കിൽ അഭിപ്രായങ്ങൾ പറയുക.
പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കണിൽ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, അതൊന്ന് അമർത്തി സഹായിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അപ്പോൾ ടാറ്റ ബൈ ബൈ, ഡെൽറ്റ വിസ്കസ്. പിഷ്കാ.